കാപ്പി. എന്തിനാ ബാധിച്ചത്? കടയിൽ കൊടുത്തയച്ച കാശാ. ഈ രണ്ടുള്ള കാശ് മതി, കുടിച്ചേ. കല്യാണം കഴിഞ്ഞാ പറഞ്ഞിങ്ങനെ അപ്പനും നാട് വിട്ട് പോയാലോ? നിനക്ക് ഭ്രാന്തുണ്ടോ? അവൻ ഇവിടെ ഒന്നും പോകാൻ പോണില്ല. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് അപ്പനും. അതാണ് എനിക്ക് പേടി. കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അത് അപ്പ നോക്കി അവന് അറിയാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയ കാര്യം സമ്മതിപ്പിക്കാതെ പിന്നെ ഇവരാ. നീയൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ കേട്ടോ. അതിപ്പോഴേ മനസ്സിലായുള്ളൂ. അപ്പോ എല്ലാം നമുക്ക് നടത്തണ്ടേ? അതൊക്കെ അധികാരി ഏറ്റിരിക്കുക. തീയതിയും മുഹൂർത്തമൊക്കെ മൂപ്പര് നോക്കിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്തിരി പുകഴ്ത്തു പോകാൻ പിന്നെ എന്ത് ചെയ്തോളും. ഈ ശനിയാഴ്ച രാത്രി ആയാലോ എന്നെ? ആവാം. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പറയാ. പ്രത്യേകിച്ചും ഇതുപോലൊരു കേസ്. അപ്പോ ഇനി ദിവസാധ്യയില്ല, വേഗം കൂടണമെന്നർത്ഥം. രാത്രി 8 മണിക്കാണ് നല്ല മുഹൂർത്തം എന്നാ മണിക്കിന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞങ്ങൾ 3 മാഷന്മാരും മേലും മതിയോ? ധാരാളം മതി. അപ്പോ ഇനി നമ്മൾ കല്യാണത്തിന് തന്നെ കാണും. ശരി. അയ്യപ്പൻ നായരെ, നിങ്ങൾക്ക് ആർക്കൂടെയുള്ള ഒരു മകളാ. കല്യാണത്തിന് ഭേദമായിട്ട് തന്നെ നടത്തണം. ചെമ്മല പോലശ്ശേരിക്കാരറിയട്ടെ അയ്യപ്പൻ നായർ ആരാണ്. അയ്യോ, അത്ര കേവലമായിട്ടൊന്നും വേണ്ട. എന്നാൽ തീരെ കുറഞ്ഞ മതിയെന്ന് ചോദിച്ചാൽ അതും പാടില്ല. നിങ്ങൾ ഈ സോപ്പിന്റെ കളിയായിരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞായരെ. ചുള്ളിയിലൊരു മാഷ കിട്ടിയതും പോലെ കല്യാണത്തിന് കാലിട്ട് ചെലവാക്കുകയില്ല. അധികാരി കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. മുറ്റത്തൊരു 12 പെട്രോൾ വേണ്ടേ? അത് ഞമ്മളെ. പക്ഷെ കായ് നിങ്ങൾ കൊടുക്കണം. കൊടുത്തോളാം. പിന്നെ സദ്യ ദഹനത്തിന് പട്ടന്മാര് തന്നെ വേണം. ചെയ്യുമ്പോ നമ്മൾ അതിന് മര്യാദയ്ക്ക് ചെയ്യണ്ടേ? ശരി. പിന്നെ സന്ധുബന്ധുക്കൾ സർവാണി ഇതെല്ലാം കൂടെ കൂടി ഒരു 100 പേര് കാണുമോ? കൂടുതൽ കാണും. നമ്മൾ ഇപ്പൊ തന്നെ പറയാം. ഒരു ചോറില്ല കൂട്ടാനില്ലാന്ന് പരാതി വന്നാൽ അതിന്റെ മാനക്കേട് മയ്യത്തായാലും കണക്ക് നോക്കി നമുക്ക് എത്ര നിൽക്കപ്പെടുത്താം. അമ്മേ, അങ്ങോട്ട് കൊടുക്കുമോളെ. വെടുക്കത്തി ഒക്കെ സൂത്രത്തിന് സാധിച്ചിരുന്നു അല്ലേ? ഒരു സമാധാനമുള്ളത് അതിന് വിട്ട് കളിച്ച് അവൾ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാ. ഞങ്ങൾക്കൊന്നും കളിക്കില്ല. അവൾ എന്റെ മോളാ. ആശ കിട്ടാൻ മോളെക്കാളെ തിടുക്കം നായർക്കല്ലായിരുന്നു. അല്ലേ പറ. നാശനം വേണ്ടേ? വേണം വേണം. പിന്നെ മാളവമ്മയ്ക്ക് സഹായത്തിന് ആരെങ്കിലും വേണ്ടി വരും കല്യാണത്തിന് മുമ്പ് തന്നെ. അതെ. അങ്ങനെയാണെങ്കില് മേനോമാഷിക്ക് ഇത്രയും നാളെ ചോറ് കൊടുത്താൽ കല്യാണിയും വേണ്ടല്ലോ. അവരായിക്കോട്ടെ. ആരെ ആരെ ആരെ? പാവം. ഓ പാവം. വളയിൽ വേണമാ. വാങ്ങിക്കുന്ന സാധനത്തിനുള്ള ലിസ്റ്റ് ഹാജർ. നാളെ ഒരു ചാക്കിന് വെക്കാം. ഒരു ചാക്ക് പോലെ നായരെ, ഇങ്ങനെ ഈ കാര്യത്തിൽ പിശുക്ക് പിടിക്കല്ലേ. അത് മതി. ഈ നിസ്സാരമായ കാര്യത്തിൽ നിങ്ങളൊന്നും വഴക്കൊന്നും ആവശ്യമൊന്നുമില്ല. വേണ്ടി വരികയാണെങ്കിൽ ചന്തയിൽ ഒരു ചാക്കൂടെ മേടിച്ചാൽ മതിയില്ല. അതെ അതെ, വേണ്ട വേണ്ട. നാളും ആ കുട്ടി ചാക്കൂടെ വെക്കാം. ചാക്കായിട്ട് ആരെങ്കിലും വിളിച്ചു ഹാജർ. വെടുപ്പ ഇങ്ങനെ വിചാരം ഞമ്മൾ തലയിലേറ്റിക്കൊണ്ടിരുന്ന കൂലിക്കല്ലാണ്ട് സാമാനം തലയിലേറ്റിക്കൊണ്ടുവരാനേ അപ്പനെ പോലെ മരുമക്കളെ ഞമ്മക്കില്ല. എന്നാ ഇനി ഹാജിയായി താമസിപ്പിക്കണ്ട. അല്ല അപ്പൊ കായ അയ്യോ, ഞാൻ അതിന് മറന്നുപോയി. ഞമ്മക്കറിയാൻ നിങ്ങളത് മറക്കുന്നു. കൊണ്ടാ എന്റെ പടച്ചോനെ, കടയൊന്ന് തുറന്നില്ല പുണ്യ. ഇല്ല, നന്നായി. നാലരയോട്ട് കെട്ടിക്കൊണ്ട് നാല് കുറവാ. അവിടെ സൂട്ടത്തിൽ ഇവിടെ കെട്ടി വെച്ചാൽ മതി. എന്തിനാണ് കിട്ടുന്നത്? പെട്ടെന്ന് അഴിക്കാൻ പോകണ്ടേ? ഓരോന്നും വീട്ടാക്കാൻ നോക്കിക്കോളും. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടാൻ പറഞ്ഞു കഴിക്കുന്നേരെ. പച്ചവെള്ളം 100 വെള്ളം വേണം. കാപ്പി ഉണ്ടാക്കാൻ പറയണു. മാവു 2 കപ്പ് കാപ്പി ഉണ്ടോ? 2 പോരാ, 3 അപ്പുണ്ണിക്കും വേണം. എനിക്ക് വേണ്ട. ഓ
നാളെയല്ലേ കല്യാണം. നീ ഇങ്ങനെ ഓരം തിരിഞ്ഞ് നടന്നാൽ എങ്ങനെയാ? 12 മണി നടക്കുന്ന കണ്ടില്ലേ? അവരെ പോയി ഒന്ന് സഹായിക്കും. ചെല്ലൂ. എന്ത് വൃത്തികേടായി ഇപ്പൊ നേരെ കാണിക്കുന്നത്? നാളെ മംഗളകർമ്മം നടക്കേണ്ട പന്തലിലേത്. പന്തല് മുഴുവൻ തുപ്പിയില് ശ്രീകരൻ. അപ്പനേട്ടാ ചോറ് വണ്ടി വെച്ചിരിക്കുന്നു. കല്യാണക്കാർ വരുമ്പോ ചായയോ മറിയോ? ചായ ആയിക്കോട്ടെ. കറിയേ ഉള്ളി കഴിയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളമല്ലാണ്ട് പിന്നെ ചോര വരിക. പക്ഷേ മുറി കാണാനില്ല. നല്ല കൂട്ടുകാരെ വിളിക്കാൻ പോയിരിക്കും. ജീവിതത്തിൽ ഇറങ്ങുന്ന കല്യാണമല്ലേ? അതല്ല, കാര്യത്തിൽ ഗൗരവമുള്ളതാ. ഇന്ന് കാലത്ത് തൊട്ട് മാഷ സ്ഥലത്തില്ല. മുറി കൂട്ടിക്കെടുക്കുക. തീപ്പിട്ടി കമ്പനിക്കാരൻ വേലായുധം പറഞ്ഞതാ. ഇന്നലെ രാത്രി ആരോ മൂക്കരെ കാണാൻ വന്നിരുന്നത്രേ. പലരും പറ്റുന്നുണ്ടോ? എന്ത് വെക്കാൻ? അസൂയക്കാരാണ് മുഴുവനും. ഇത്ര നേരമായിട്ട് സ്ഥലത്തെത്താത്ത ആള് മുഹൂർത്തത്തിൽ എത്തുന്നുണ്ടാവും ഉറപ്പ്. ചതിച്ചോ ഭഗവതി? നമുക്കിത് പോയി നോക്കാം. എന്താണ് ഈ സുകാര്യം? അതെ, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എന്താണ് കരുണാകരൻ? ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അതെ, മേഘമാഷ കാണാനല്ലേ? അല്ല,
ഞാനൊന്നത് നോക്കിയിട്ട് വരാം. ഇവിടുത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളെ. എവിടെയാ പോയത്? എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. ഇന്നലെ രാത്രി ഞാൻ കമ്പനി പൂട്ടുന്നവരെ മാഷ് സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ പൂട്ടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരാള് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കാലത്ത് ഞാൻ വന്ന് നോക്കുമ്പോ മുറി പൂട്ടിക്കിടക്കുന്നു. മാഷ് സ്ഥലത്തില്ല. രാത്രി നീ പോകുന്നതിന് മുമ്പ് ഓരോ വല്ലതും പറയുണ്ടായോ? എന്നോടൊന്നും പറഞ്ഞില്ല. നീ മാഷോട് വല്ലതും ചോദിച്ചോ? ഇല്ല. ആരാ രാത്രി വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട? ആ പെണ്ണ. ഒന്ന് വേഗം പറ. വരാ, നേരം പോകും. ആരെപ്പോലിരിക്കും? ആരെപ്പോലിരിക്കുമ്പോ ഞാൻ പറയേണ്ടത്? അല്ല, വെളുത്തിട്ടോ കറുത്തിട്ടോ? ഒന്ന് വേഗം പറയണ. ഇക്കണക്കിന് വന്നാണ്ട് തൂക്കമൊന്നും ചോദിക്കാൻ തുടങ്ങുമല്ലോ. എനിക്കറിയില്ല. കഴിഞ്ഞില്ലേ? എന്താണ് നോക്കിക്കുന്നു? ജോലിയിലൂടെ നീ ഇവിടെ കുത്തിയിരുന്നോ? ചോദിക്കേണ്ട മാറി നമ്മൾ ചോദിച്ചോളാം. ആ നേരെ നമുക്ക് പോയിട്ട് വരാം. ഇവൻ പണ്ടേ മുൻകൃഷിക്കാരനാക്കിയത് അവന്റെ ഒരു ദേഷ്യം. അതാരാ നീ ഈ ഒഴിക്കുന്നു പോയി നോക്ക്. വെറുതെ നോക്കിയാ പോരാ, കുന്തം പോയാ പുറത്തും തപ്പണമെന്നാണ് പഴമണി. ഒന്ന് വേഗം. കാണിക്കുന്നേ, നിങ്ങൾ നമ്മുടെ മേനോ മാഷ് കണ്ടോ? ഓ, ഇത് മറ്റേതാണല്ലോ. നിങ്ങൾ നമ്മുടെ മേനോ മാഷെ കണ്ടോന്ന്? മോളെ കഴിഞ്ഞ മകരത്തില് വന്നോ? മോള് കഴിഞ്ഞ മാർക്കിൽ വന്നു പോയോ? കുമ്പത്തിൽ അങ്ങോട്ട് മാറുകയല്ലേ. ചക്കാന്ന് അറിയുമ്പോ മാങ്ങാന്നാണ്. ഇതിലൊന്നുമില്ല. അയ്യോ, ഈ ഒന്നുമില്ല. ചന്ദ്രമ്മേ, ചന്ദ്രമ്മേ, മോളൊന്നും കൂടി മാറും. ഒന്നുകൂടി വരും, ഒന്നുകൂടി വരും. അല്ല, നിങ്ങൾ നമ്മൾ മേനമാഷ കണ്ടോ? നിങ്ങളൊന്ന് കല്യാണം കുട്ടനാരെ നമ്മുടെ മേനോ മാഷ കണ്ടോ? എന്താ കല്യാണത്തെ കാണാനില്ലേ? ഒന്നുമില്ല കൂട്ടുന്നേരെ. നായരെ, നീ ഇങ്ങോട്ട് വാ. വെറുതെ പറഞ്ഞ ആളുകളെ കൂട്ടല്ലേ, മാനക്കേടും. ഒന്നാണ് വെച്ചേ, നിങ്ങൾ നമ്മളെ മേനോ മാഷ കണ്ടോ? തെങ്ങുമലോ? തെങ്ങുമലല്ലടോ. ഇതിനെപ്പറ്റി അറിയില്ല പറഞ്ഞ ഒന്നും വിട്ടോ, ഒറ്റ മിനിറ്റ്. നിങ്ങളിടയ്ക്ക് ഇത് വേറെ കാര്യം പറയാനാണ്. വേണ്ട വേണ്ട. എന്താ ശരിയാ, നീ എന്നോട് സത്യം പറയണം. ആരാ ഇവിടെ വന്നു? എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായത്? എന്താ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്? ഞാനെന്താ ചെയ്തത്? തറന്ന് പോരാ. പോരോ പോരാ പാട്. ആരേ നേരെ സന്ധ്യ കയറായി ഹാജാരെ എന്ന് വെച്ച് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പിന്നെ എന്താ ചെയ്യാ? കണ്ടോ? കണ്ടോ? മേനോ മാഷ വീട് വരെ നടക്കാൻ നിങ്ങൾക്ക് ഒക്കോ നായരെ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ചിലപ്പോ ഓന്റെ അമ്മ ഓനെ പൂട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിലോ? അത് ശരിയാ. എന്നെ ഒട്ടും താമസിക്കണ്ട, കയ്യോടെ പിടിച്ചോണ്ട് വരാം. പക്ഷേ അതാരാ പന്തലുള്ളൊരു വിവരം അറിയണ്ട. ഞാനൊരു അക്ഷരം പറയും. വേഗം ഓടി ചെല്ല്. മാ ഓട്. കേശവാ, കേശവാ, ഒന്ന് ഞങ്ങൾ വേഗം അങ്ങനെ എത്തിച്ചേ. ഒന്ന് വേഗാട്ടെ. ഒന്ന് വേഗാട്ടെ. നിങ്ങൾ കഴിക്കൂല, അങ്ങോട്ട് കൊടുക്കും. അത്യാവശ്യം വേണ്ടത്. ഒന്ന് വേഗാട്ടെ, ഒന്ന് വേഗാട്ടെ. നേരെ വേഗം അങ്ങനെ എത്തിക്കൂ. നേരെ നാരായണ ഒന്ന് വേഗാട്ടെ.